അവധി ദിവസത്തിന്റെ ആലസ്യത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കൂട്ടുകാരന്റെ വിളി. വെറുതെ ഒരു യാത്ര പോയാലോ? എത്രയായാലും മടുക്കാത്ത ഒന്നാണ് യാത്ര. ഒന്നും ആലോചിച്ചില്ല, പെട്ടെന്ന് ഒരുങ്ങിയിറങ്ങി. ആലുവാങ്കുടിയിലേക്കാണ് പോകുന്നത്. കോന്നി വഴി തേക്കുതോട് കഴിഞ്ഞ് കരിമാൻതോട് എന്ന് പറയുന്ന ഒരു വനാതിർത്തിയിലുള്ള ഒരു ഗ്രാമമുണ്ട്. അവിടെ നിന്ന് നമുക്ക് ജീപ്പ് കിട്ടും. ജീപ്പിലാണ് ആലുവാങ്കുടിയിലേക്ക് പോകേണ്ടത്. വനത്തിലേക്ക് കയറി തുടങ്ങുമ്പോഴേ അറിയാം വനത്തിന്റെ ഒരു പോസിറ്റീവ് എനർജി. വനം നമ്മോട് മിണ്ടിത്തുടങ്ങും. വനത്തിന്റെ ഓറയിലേക്ക് നമ്മൾ കടന്നാൽ ശരീരത്തിലാകെ തണുപ്പ് അനുഭവപ്പെടും. ആത്മാവിൽ പ്രകൃതിയുടെ സംഗീതം നിറയും. വനത്തിനുള്ളിൽ ആലുകൾ നിറഞ്ഞ ഒരു കുടി. അതുകൊണ്ടാണ് ഈ പ്രദേശം ആലുവാങ്കുടി എന്ന് വിളിക്കപ്പെടുന്നത്. അഗസ്ത്യമുനി തപസ്സു ചെയ്യുകയും ശിവലിംഗ പ്രതിഷ്ഠ നടത്തുകയും ചെയ്ത ഇടമെന്നും ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നു. കാലപ്പഴക്കത്തിൽ കാടിനുള്ളിൽ മറഞ്ഞുപോയ ഈ ക്ഷേത്രം പിന്നീട് കാട് വെട്ടിത്തെളിക്കാനെത്തിയവരാണ് വീണ്ടും കണ്ടെത്തിയത്. ഇവിടെ വന്നാൽ ലഭിക്കുന്ന ഒരു സമാധാനമുണ്ട്. കാടിന്റെ വന്യതയ്ക്കിടയിലും ഒരു വലിയ പോസിറ്റീവ് എനർജി. കല്ലും മണ്ണും മരങ്ങളും എല്ലാം ഇവിടെ ശിവമയമാണ്. എല്ലാ മലയാള മാസവും 1-ാം തീയതി മാത്രമേ ഇവിടെ മനുഷ്യർ വന്ന് പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയുള്ളൂ. അല്ലാത്ത സമയം മുഴുവനും ഈ ക്ഷേത്രത്തിലെ മഹാദേവനെ ആരാധിക്കുന്നത് ഈ പ്രകൃതിയും ഇവിടുത്തെ പക്ഷിമൃഗാദികളും ഒക്കെയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ആരും ഇവിടെയില്ല, ഞങ്ങൾ മാത്രം. 6 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ച് വേണം ആലുവാങ്കുടിയിലെത്താൻ. എന്ത് മനോഹരമായ ഒരു അനുഭവമാണ് ഈ യാത്രയും ഇവിടുത്തെ ഈ നിമിഷങ്ങളും എന്നറിയാമോ? അതിമനോഹരമായ അനുഭൂതി തരുന്ന ഒരു യാത്രയാണ് ആലുവാങ്കുടിയിലേക്കുള്ള യാത്ര. പ്രകൃതിയെയും ദൈവത്തെയും ഒരുപോലെ സ്നേഹിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരിടമാണ് ആലുവാങ്കുടി.